നമുക്കിന്ന് എല്ലാവർക്കും കൂടി അങ്ങ് എറണാകുളത്തേക്ക് പോയാലോ. അപ്പോൾ ദേ രവീണയും ഞാനും ക്യാമറ വുമൺ ഷഹനായും ഓടി വരുന്ന നീതും കൂടിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടിയുണ്ട് കോഴിക്കോട് വെച്ചിട്ട്. അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ നിന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ആക്സസറീസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളങ്ങ് ബ്രോഡ്വേയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിൻ്റെ ഈ ടോപ്പ് ആമസോണാണ്, അതിൻ്റെ ലിങ്ക് എൻ്റെ അടുത്തില്ല. പക്ഷേ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ആ ബോട്ടം വെയറല്ലേ, അടിപൊളി സാധനമാണ്, നല്ല കംഫർട്ടാണ്, ഇടാൻ നല്ല സുഖമാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. നമ്മുടെ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും ഇടാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ വന്ന കാര്യത്തിലേക്ക് കിടക്കാം. ഞങ്ങളിപ്പോൾ ബ്രോഡ്വേയിൽ നിന്ന് കുറച്ച് അൽക്കുലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ഡ്രസ്സ് ഒരു അറബിക് ഗൗണാണ്. അപ്പോൾ അതിൽ വെക്കാൻ വേണ്ടി കുറേ മുത്തും കല്ലും പവിഴും ഒക്കെ വാങ്ങിക്കണം. ഒരു മുത്തിന് ഏകദേശം 4 രൂപ വരെയൊക്കെ വരുന്നുണ്ട്. പഠിച്ചോനെ, വീടിൻ്റെ ആധാരവും കൂടി എടുക്കേണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് കേട്ടോ. പിന്നെ എല്ലാവരുടെയും വിചാരം ഈ തയ്യൽ സ്റ്റിച്ചിങ് എന്നൊക്കെ പറയുന്നത് വെരി സിമ്പിൾ ആൻഡ് ഈസി പരിപാടിയാണെന്നാണ്. പക്ഷേ ഒരു നൂല് തന്നെ നമ്മൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും എടുക്കും. അപ്പോൾ അതെ, ഞങ്ങളെല്ലാവരും കൂടി സെർച്ച് ചെയ്ത് ഓരോരോ സാധനങ്ങളായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ഡ്രസ്സിൽ വെക്കാനുള്ള ആക്സസറീസ് മാത്രം വാങ്ങിച്ചാൽ മതിയായിരുന്നു. മെറ്റീരിയലൊക്കെ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഞങ്ങൾ ആലപ്പുഴയിൽ പോയി എടുത്തായിരുന്നു. അപ്പോൾ 27-ാം തീയതിയാണ് പരിപാടി. പിന്നെ ഓരോന്നും കാണുമ്പോൾ കമ്പൂഷനാണ് കേട്ടോ, ഏതെടുക്കണം, ഇനി ഇതും മതിയോ എന്നൊക്കെ. അവസാനം ബില്ല് വരുമ്പോഴാണ് നെഞ്ച് പടപടാന്ന് ഇടിക്കുന്നത്. എന്തോരം പൈസയാണെന്നറിയാവോ ഓരോ സാധനങ്ങൾക്കും ആകുന്നത്. കഴിഞ്ഞ ദിവസം SME കൊണ്ടേ കൊടുത്തതൊന്നും അല്ല. അപ്പോൾ അതേ, ഞങ്ങൾ അത്യാവശ്യം പർച്ചേസൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ബ്രോഡ്വേ അല്ലേ, നല്ല രസമാണ് കേട്ടോ കാണാൻ. കുറേ ഐറ്റംസ് ഉണ്ട്. അതും ഹോൾസെയിൽ മാത്രം കൊടുക്കുന്ന കടകളുണ്ട്, ഹോൾസെയിലും റീറ്റെയിലും ഉള്ള കടയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഓരോന്നൊക്കെ തൂക്കി നടക്കണം. അപ്പോൾ ഷാനാക്കുള്ള റോസാപ്പൂവും തപ്പിയാണ് നടക്കുന്നത്. അപ്പോൾ എൻ്റെ മഞ്ഞ റോസാപ്പൂ എവിടെ എന്നും ചോദിച്ച് നീതു എല്ലാത്തിലും തപ്പി നടപ്പുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ആക്സസറീസൊക്കെ വാങ്ങിക്കണം, മാല, കമ്മൽ, അങ്ങനെയുള്ള ഐറ്റം. അതിന് വേണ്ടി ഒരു കടയിൽ ചെന്ന് അത് കുറച്ചധികം പൈസയായിട്ട് പോകാമെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അവിടെ നിന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞത് മറൈൻ ഡ്രൈവിൻ്റെ അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വീണ്ടും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന്. അപ്പോൾ 4 മണിക്കാണ് ഞങ്ങളുടെ ട്രെയിന്. അപ്പോൾ അവിടെ വന്ന് ശരിക്കും ടയേർഡായെന്ന് പറഞ്ഞാൽ ശരിക്കും ടയേർഡായി. നല്ല വെയിലായിരുന്നു, നല്ല അലച്ചിലായിരുന്നു. അങ്ങോട്ട് കാവടി തുള്ളിപ്പോയ ടീമൊക്കെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കുത്തിയിരിപ്പോൾ എങ്ങനെയെങ്കിലും ട്രെയിൻ വന്നാൽ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് വീഡിയോ വരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്.